സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനായി പ്രചാരണം ആരംഭിച്ച ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. സമൂഹമാധ്യമത്തിലടക്കം ഷിയാസിനായി പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാണ്. BOT പാലത്തിൽ വൈകിട്ട് ഷിയാസിന് സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. ലത്തീൻ കത്തോലിക്ക സഭ അവകാശവാദം ഉന്നയിച്ച സീറ്റാണ് കൊച്ചി. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ഇപ്പോൾ ആകെ പൊല്ലാപ്പാണല്ലോ. ഷിയാസിന് വേണ്ടി ഒരു വിഭാഗം പ്രചാരണം തുടരുന്നു, പക്ഷേ ഞങ്ങൾക്ക് വേണമെന്ന് ലത്തീൻ സഭ പറയുന്നു. അവിടെ ദീപ്തി മേരി വർഗീസിനെ മത്സരിപ്പിക്കാൻ KC വേണുഗോപാൽ ശ്രമിക്കുന്നു. അങ്ങനെ ആകെ പൊല്ലാപ്പാണല്ലോ കൊച്ചിയിൽ. നിഷ, കേൾക്കാമെങ്കിൽ കൊച്ചി സീറ്റിനെ ചൊല്ലി വലിയ വടം വലിയോ? കൃഷ്ണരാജ്, ഈ കോൺഗ്രസിലെ പൊട്ടിത്തെറി, സീറ്റിനെ ചൊല്ലിയുള്ള പൊട്ടിത്തെറികളും ഒക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ പ്രധാനമായും കൊച്ചി, പെരുമ്പാവൂർ, തൃപ്പൂണിത്തുറ സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ല. കാരണം ഈ കൊച്ചിയിലെ സീറ്റ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് നൽകണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക തീരുമാനമൊന്നും വന്നിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. കൊച്ചി മുഹമ്മദ് ഷിയാസിന് തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടക്കുന്നത്. മാത്രമല്ല, ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി കൊച്ചി BOT പാലത്തിന് സമീപം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, കൊച്ചിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ഷിയാസിന് സ്വീകരണം ഒരുക്കുന്നു എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്തായാലും ഷിയാസ് ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല, നിഷേധിക്കാനും തയ്യാറായിട്ടില്ല. കാരണം ഇതിൽ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം വന്നിട്ടില്ല എന്നാണ് ഷിയാസിനെ വിളിച്ചപ്പോൾ ഷിയാസ് പറയുന്നത്. എന്തായാലും കൊച്ചിയിൽ ഷിയാസ് തന്നെ എന്നുറപ്പിച്ചാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. എന്തായാലും കൊച്ചി, പെരുമ്പാവൂർ, തൃപ്പൂണിത്തുറ സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും വലിയ വടംവലി തന്നെയാണ് നടക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ സീറ്റ് നൽകാത്ത പല ആളുകളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ KPCC വൈസ് പ്രസിഡന്റ് M. ലിജു, ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഇവരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം കൊച്ചി സീറ്റ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന് എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന മറ്റൊരു ചോദ്യം, ഈ ദീപ്തി മേരി വർഗീസിന് എവിടെ സീറ്റ് നൽകുമെന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ സീറ്റാണ്. കാരണം ഈ പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളി മത്സരിപ്പിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു തീരുമാനവും അന്തിമമാണെന്ന് പറയാൻ കഴിയില്ല. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഈ സീറ്റിനായി ശ്രമം തുടരുന്നുണ്ട്. ഈ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ, മുഹമ്മദ് ഷിയാസിന് കൊച്ചി നൽകുകയാണെങ്കിൽ, ഇനി ഏറ്റവും ഒടുവിൽ ഉയർന്നൊരു ചോദ്യം എന്ന് പറയുന്നത് M. ലിജുവിനും ദീപ്തി മേരി വർഗീസിനും എവിടെ സീറ്റ് നൽകും എന്നുള്ള കാര്യമാണ്. ദീപ്തി മേരി വർഗീസ് കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം അന്ന് ലത്തീൻ കത്തോലിക്ക സഭയുടെ സമ്മർദ്ദത്തെ തുടർന്ന് VK മിനിമോൾക്ക് മേയർ സ്ഥാനം നൽകുകയും അന്ന് അവിടെ ദീപ്തി മേരി വർഗീസ് തഴയപ്പെടുകയും ചെയ്തു. ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും ദീപ്തി മേരി വർഗീസിനെ കോൺഗ്രസ് തഴയുകയാണെങ്കിൽ അത് വലിയ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്കൊക്കെ തന്നെ പോകും. എന്തായാലും M. ലിജുവിൻ്റെയും ദീപ്തി മേരി വർഗീസിൻ്റെയും ഒന്നും കാര്യത്തിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള തീരുമാനവുമായിട്ടില്ല. പ്രാദേശിക നേതൃത്വത്തിനൊക്കെ കടുത്ത എതിർപ്പ് പലയിടത്തും, കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശിക നേതൃത്വത്തിൻ്റെ പലയിടത്തെയും എതിർപ്പ് മറികടന്നുകൊണ്ട് തന്നെയാണ് പലരും സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ തീരുമാനം വന്നിട്ടില്ല. ഇനിയും കോൺഗ്രസിൽ ഈ സീറ്റ് നിർണയം, സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കൃഷ്ണരാജ്, ശരി. കൊച്ചിയിൽ വലിയ പ്രശ്നമാണ്. ദീപ്തി മേരി വർഗീസിന് മത്സരിക്കണം. ഷിയാസിന് വേണ്ടി വേറൊരു വിഭാഗം ഇറങ്ങുന്നു. ലത്തീൻ സഭയ്ക്ക് അവരുടെ സ്ഥാനാർത്ഥി വേണമെന്ന് പറയുന്നു. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.